ദിനം തോറും നീ നേരിടേണ്ടി വരുന്ന സകല വെല്ലുവിളികളിൽ നിന്നും നിന്നെ വിടുവിപ്പാൻ. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എക്സൽ മീഡിയയിലൂടെ ഈ മെസ്സേജ് കേൾക്കുന്ന ഏവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യമത്രേ. അവിടെ ഇപ്രകാരമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്: അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വേണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നാം പഠിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നത് യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന അത്രേ. ഈ പ്രാർത്ഥനയെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കുവാൻ കഴിയും. ഒന്നാമതായി യേശു തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. രണ്ടാമതായി യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. മൂന്നാമതായി മുഴുവൻ മാനവ കുലത്തിനും വേണ്ടി യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഈ അധ്യായത്തിൽ പറയുവാനുണ്ട് എങ്കിലും അതിൽ നിന്ന് ഒരു വിഷയം മാത്രം വായിച്ച വാക്യത്തോട് ചേർന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുവാനാണ് ഇന്ന് പകൽക്കാലം താല്പര്യപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. യേശുവോട് പ്രാർത്ഥിക്കുകയാണ്, തന്നെ അനുഗമിക്കുന്നവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, മറിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവപൈതനെ, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ദുഷ്ടന്റെ പദ്ധതികളിൽ നിന്ന് നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെ ഉണ്ട്. ദുഷ്ടന്റെ കയ്യിൽ നീ അകപ്പെട്ടു പോകാതെ വണ്ണം നിന്നെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെ ഉണ്ട്. ദുഷ്ടനായ പിശാച് അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങണമെന്ന് ചുറ്റി നടക്കുമ്പോൾ അവൻ്റെ ദൃഷ്ടി നിന്റെ മേൽ പതിയാതെ നിന്നെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെ ഉണ്ട്. കഴിഞ്ഞ നാളുകളിൽ പൈശാചിക മണ്ഡലങ്ങൾ വീഴ്ച കളഞ്ഞ അനേകരുടെ ചരിത്രം ഒരുപക്ഷെ പൈശാചിക ശക്തികൾക്ക് പറയുവാനുണ്ടായിരുന്നേക്കാം. എന്നാൽ നിന്നെ വീഴ്ച കളവാൻ അവൻ ഒരു നാളും കഴിയത്തില്ല. കാരണം വീഴാതെ വണ്ണം നിന്നെ സൂക്ഷിച്ച് കളങ്കമില്ലാത്തവനായി ആനന്ദത്തോടെ നിന്നെ നിർത്തുവാൻ കഴിയുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലവും ദൈവത്തിൻ്റെ മുഖമന്വേഷിക്കുന്ന ദൈവപൈതനെ, നിന്റെ ഭാവി തീരുമാനിക്കുന്നത് ഒരു പൈശാചിക മണ്ഡലം അല്ല, മറിച്ച് നീ സേവിക്കുന്ന ദൈവമാണ്. അതിനാൽ നിന്നെ തകർക്കുമെന്ന്, നിന്നെ മുടിക്കുമെന്ന്, നിന്നെ ഇല്ലായ്മ ചെയ്യുമെന്ന് വാദിച്ചു നിൽക്കുന്ന ശത്രുവിനെ നോക്കി നീ ധൈര്യത്തോടെ വിശ്വാസത്തോടെ വിളിച്ചു പറ, അവൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെ ഉണ്ട് എന്ന്. പ്രിയമുള്ള ദൈവപൈതനെ, നിനക്ക് വിരോധമായി ശത്രു ഒരുക്കുന്ന ഒരു ആയുധവും നിനക്ക് ഫലിക്കത്തില്ല. നീ ആയിരിക്കുന്ന ദേശത്ത് നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിൽ നിന്ന് നിന്നെ തെറ്റിച്ചു കളവാൻ ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കും ഒരു നാളും കഴിയത്തില്ല. കാരണം അവൻ്റെ സകല പദ്ധതിയിൽ നിന്നും നിന്നെ വിടുവിച്ച് ജയാളിയായി നിന്നെ നയിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം നിന്നോടുകൂടെയുണ്ട്. ശത്രുവിൻ്റെ പാപതന്ത്രങ്ങളെ ജയിക്കുവാൻ കർത്താവ് നിനക്ക് പ്രവചനം. നിന്നെ പരസ്യകോലമാക്കുമെന്ന് ശത്രു വാദിക്കുമ്പോൾ ഈ ലോകത്തിൽ അനന്തര പരമാർത്ഥികളുമായിട്ട് നിന്നെ മുന്നോട്ട് നയിക്കുവാൻ കർത്താവ് കൃപ ചെയ്യും. ഹല്ലേലൂയ. ഒരു ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ നീ നേരിടേണ്ട സകല പ്രതിസന്ധികളിൽ നിന്നും കർത്താവ് നിന്നെ വിടുവിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ചിന്താഗതിയിലായിക്കോട്ടെ, ജീവിത രീതിയിലായിക്കോട്ടെ, ലോകം ക്രിസ്ത്യാനികളെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ ഞാൻ നിങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നത്. പലയിടത്തും ക്രൈസ്തവ പീഡനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളാണല്ലോ നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരു ദൈവവേദ നേരിടേണ്ടി വരുന്ന ആത്മീകവും ഭൗമികമായ പ്രതിസന്ധികളിൽ നിന്നെ വിടുവിപ്പാൻ നീ സേവിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലവും സർവശക്തനത്രേ. അതായത് ക്രൈസ്തവ പീഡനങ്ങളായിക്കോട്ടെ, പാപത്തിൻ്റെ ആകർഷണമായിക്കോട്ടെ, അങ്ങനെ ദിനം തോറും നീ നേരിടേണ്ടി വരുന്ന സകല വെല്ലുവിളികളിൽ നിന്നും നിന്നെ വിടുവിപ്പാൻ ദൈവം സർവശക്തനാണ്. ഇരുവഴുത്ത് നാം പരിശോധിക്കുമ്പോൾ കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുവല്ലോ. അതിനാൽ ലോകത്തിന് വെളിച്ചമാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവപൈതനെ നിന്നെ പരാജയപ്പെടുത്തുവാൻ ഒരു ഇരുളിൻ്റെ മണ്ഡലങ്ങൾക്കും കഴിയത്തില്ല. കാരണം ഉദയസൂര്യനായ ക്രിസ്തു നിന്നോട് കൂടെ ഇരിക്കുക. അതിനാൽ നിന്റെ പ്രകാശം ഇരുൾ നിറഞ്ഞ ലോകത്ത് അധികമധികമായി പ്രകാശിക്കുവാൻ, അധികമധികമായി ശോഭിക്കുവാൻ കർത്താവ് ഇടയാക്കും.
ശത്രു നിന്നെ തകർക്കുവാൻ കടന്നു വരുമ്പോൾ അവൻ്റെ കയ്യിൽ അകപ്പെടാതെ വേണം കർത്താവ് നിന്നെ സൂക്ഷിക്കുവാൻ ഇടയായി തീരും. അതിനാൽ ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിനായി കർത്താവ് ഇവർക്കും കൃപ നൽകുമാറാകട്ടെ.